ഇപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ദീപക് ആത്മഹത്യ സംബന്ധിച്ചാണ്. ആരും യോജിക്കുന്നില്ല. കാര്യം പ്രതികാരമല്ല നീതി. പക്ഷേ ദീപകിന് നീതി കിട്ടണം, ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഏറ്റവും പ്രധാനം, നാളെ വേറൊരാളുടെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതായ, ഞാനിത് പറയുന്ന ഒരു അച്ഛനായിട്ട് കൂടെയാണ്. അതായത് ഞാൻ 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. ഒന്നാമത്തെ മോന് 9 വയസ്സും രണ്ടാമത്തവന് 2 അല്ലെങ്കിൽ 3 വയസ്സുമാണ്. നാളെ അവൻ വളർന്നു വരുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഉള്ള ലോകമായിരിക്കും. നാളെ അവരുടെ കണ്ടന്റിനായിട്ടോ അവരുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത്. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിക്കടക്കം മകനുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ആൺമക്കളും ഉള്ളതാണ്. സ്ത്രീകളോടൊപ്പം തീർച്ചയായിട്ടും വേണം എല്ലാവിധ പിന്തുണയും സ്ത്രീകൾക്കുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും കൂടി സപ്പോർട്ട് വേണം. ഇന്ന് 11:30 പ്രസ് മീറ്റ് ഉണ്ട്. ആ പ്രസ് മീറ്റിലും മാധ്യമങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 11 മാസമായി നിയമസഭയിൽ പുരുഷ കമ്മീഷൻ ബില്ല് ഇരിക്കുകയാണ്. 11 മാസമായിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ പെർമിഷൻ കൊടുത്തതാണ്. ഇതുവരെ അവതരിപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾ മാധ്യമങ്ങൾ അവരെ സ്ത്രീ വിരുദ്ധരെന്ന് വിളിക്കുമെന്ന് പേടിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. നമ്മുടെ കേരളമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന MLA സ്വകാര്യ ബില്ലായിട്ട് കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ്, കേരളമാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ചു. ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിൻ്റെ MP, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനാണ്. നമ്മളാണ് ഏറ്റവും പോസിറ്റീവായ ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ സ്ത്രീവിരുദ്ധരാണെന്ന് മാധ്യമങ്ങൾ വിളിക്കും, സ്ത്രീവിരുദ്ധ ചാപ്പ കുത്തും, സ്ത്രീവിരുദ്ധരാണെന്ന് ചർച്ച ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഈ വിഷയം സംഭവിക്കാത്തത്. അതിനും കൂടി സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ സംക്ഷിപ്ത വിളിച്ചു പറഞ്ഞാൽ, ദീപകിൻ്റെ അച്ഛനെയും അമ്മയും കാണുകയുണ്ടായി. ഞങ്ങളാൽ കഴിയുന്ന രീതിയിലും ശ്രീ ഫൈസലിൻ്റെയും ഹില്ലറിൻ്റെയും സപ്പോർട്ടോടുകൂടി 3,17,000 3,17,000 രൂപ കൊടുക്കുകയുണ്ടായി. അവർക്ക് ഇനിയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ കണ്ടിന്യൂ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.